ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോ തന്നെയാണ്. ഇന്നലെ ഞാൻ ബീഡ്സ് എംബ്രോയ്ഡറി ചെയ്തെങ്കിൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് ത്രെഡ് മാത്രമായിട്ടാണ് എംബ്രോയ്ഡറിയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഈ സ്റ്റെൻസിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. സ്റ്റെൻസിൻ്റെ സ്കെയിലാണ്. ഞാനിപ്പോൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോയിങ് ചെയ്യാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ത്രെഡുകളൊക്കെ ഈ ഒരു 3 കളർ ത്രെഡ് മാത്രമാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു ത്രെഡിന് 35 രൂപയാണ് കേട്ടോ. ഇത് ആങ്കറിൻ്റെ ത്രെഡാണ്. ഇത് ഒരെണ്ണത്തിന് 10 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ത്രെഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. അപ്പോൾ ഞാൻ 35 രൂപയുടെ ത്രെഡ് വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസി, വേഗം പെട്ടെന്ന് കെട്ട് വീഴൂല കേട്ടോ മറ്റേതിനെ അപേക്ഷിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ത്രെഡ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതിൽ ആദ്യം ചെയ്യുന്ന ഈ സർക്കിളിലേക്ക് ഓരോ സെൻറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് അതിലൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ ആദ്യം കുത്തിയെടുത്തു. എന്നിട്ട് സർക്കിളിന് കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് അടുത്തൊരു സൈഡിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് എഗെയിൻ നമ്മൾ സെൻറ്ററിലേക്ക് തന്നെ കുത്തി ഇറക്കുക. അങ്ങനെ ഒരു 5 ഇതായിട്ടാണ് ഞാൻ ഈ ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ 5 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്പോൾ എടുക്കുമ്പം ഗ്യാപ്പുകളൊക്കെ എല്ലാം ഒരേ രീതിയിൽ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു വർക്ക് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഫ്ലവർ ചെയ്യുന്നതിൻ്റെ ഷേപ്പിനൊക്കെ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനിൽ ഒന്നുകിൽ ഒറ്റ സംഖ്യ ആയിട്ട് മാത്രമേ ത്രെഡ് ഇതേപോലെ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ 5 ആണ് ഡിവൈഡ് ചെയ്തേക്കണം. അതേപോലെ 3, ചെറിയ സർക്കിളാണെങ്കിൽ 3 ചെയ്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ ഇച്ചിരി കൂടെ വലിയതായതുകൊണ്ട് 5 എടുത്തു. അപ്പോൾ ഇതുപോലെ തന്നെ 5, 7, 9 അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നല്ല, അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. ഇടയ്ക്ക് കോൾഡ് ഉള്ള കാരണം തൊണ്ടയ്ക്ക് ചെറിയൊരു കിച്ച് പ്രശ്നമുണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5, 3, 5, 7 ഒറ്റ സംഖ്യ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് സെൻറ്ററിൽ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ ആദ്യം കുറച്ച് പോർഷനിൽ ഡാർക്കായിട്ടുള്ള പിങ്ക് ത്രെഡാണ് ചുറ്റിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതിലൊന്ന് ശ്രദ്ധിച്ച് സൂചി കുത്തിയെടുക്കുന്നത് പ്രോപ്പർ സെൻറ്റർ സൈഡിൽ നിന്നല്ല, നമ്മളുടെ ആ രണ്ടിപ്പോൾ ഞാൻ കുത്തിയെടുത്തേക്കുന്ന ആ ഒരു വി ഷേപ്പ് പോലെ വരുന്നുണ്ടല്ലോ, ആ 2 നൂലിൻ്റെ ഇടയിൽ നിന്നാണ് കേട്ടോ ഞാൻ കുത്തിയെടുത്തേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ആദ്യത്തെ നൂലിൻ്റെ മേളിലൂടെ സൂചി, രണ്ടാമത്തെ നൂലിൻ്റെ അടിയിൽ കൂടെ, മൂന്നാമത്തെ നൂലിൻ്റെ മേളിലൂടെ ആണെങ്കിൽ 4ാമത്തെ നൂലിൻ്റെ അടിയിലൂടെയാണ് സൂചി എടുക്കേണ്ടത്. എന്നിട്ട് 5ാമത്തെ നൂലിൻ്റെ മേളിലൂടെ ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് ചുറ്റിയെടുക്കുക. അതായത് ആദ്യം നമ്മൾ മേളിലൂടെയാണ് എടുക്കുന്നതെങ്കിൽ 2ാമത്തെ നൂലിൻ്റെ അടിയിൽ കൂടെ വേണം ത്രെഡ് ചുറ്റിയെടുക്കാൻ, 3ാമത്തെ നൂലിൻ്റെ മേളിൽ കൂടെ വേണം ചുറ്റിയെടുക്കാൻ, 4ാമത്തെ നൂലിൻ്റെ അടിയിലൂടെ, 5ാമത്തെ നൂലിൻ്റെ മേളിലൂടെ. ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. അപ്പോൾ എഗെയിൻ ഒന്നും കൂടി റിപ്പീറ്റ് വാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ഹാഫ് പോർഷനിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡാർക്ക് പിങ്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് വരുന്നത് ഡാർക്ക് പിങ്ക് ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ലൈറ്റ് പിങ്കാണ് കേട്ടോ ബാക്കി സ്ഥലങ്ങളിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നടവിട്ട് സൂചി മേളിലൂടെ കയറ്റി താഴെ കൂടെ ഇറക്കിയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇതേപോലെ എംബ്രോയ്ഡറി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലും കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചുറ്റി ഞാനൊരു ഹാഫ് പോർഷൻ, ഏകദേശം എനിക്കൊരു ഹാഫ് പോർഷനായി. അത് കാരണം ഞാനത് ഇതേപോലെ സൈഡിൽ കൂടി ഇങ്ങനെ കുത്തി താഴത്തേക്ക് ഇറക്കി. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾക്ക് കറക്റ്റ് സെൻറ്റർ ആയി എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കുത്തി താഴത്തേക്ക് ഇറക്കി എടുക്കുക. എന്നിട്ട് അടുത്ത ലൈറ്റ് പിങ്ക് ത്രെഡിൻ്റെ സൂചി എടുത്തിട്ട് ഇതേപോലെ കുത്തി ഇറക്കി ആ സൈഡിൽ കൂടെ തന്നെ മേളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇപ്പോൾ ചെയ്ത പോലെ ഒന്നടവിട്ട് മറ്റേതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വേണം അടുത്ത സൂചി മേളിലേക്കും താഴേക്കും കയറ്റി ഇറക്കി ചെയ്യാൻ വേണ്ടി. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു 5 ആയിട്ട് ഡിവൈഡ് ചെയ്ത നൂല് ഫുള്ളും ഇതേപോലെ നമ്മൾ ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, ഇതുപോലെ ഫില്ല് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഫീലിലായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിനകത്ത് ഡാർക്കും ലൈറ്റും അത്ര പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ല.
അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി 2 സർക്കിളും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ 2 സർക്കിളും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഡാർക്കും ലൈറ്റും മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്തെടുത്തു. ഇനി നമുക്ക് അടുത്തത് ലീഫിൻ്റെ ഡിസൈൻസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ലീഫിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാനിത് ഈ ഒരു റെഡല്ല, ഗ്രീൻ കളറിലെ ത്രെഡാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ എടുത്തു. എന്നിട്ട് നമ്മൾ ലീഫ് വരച്ചേക്കുന്നത് ഫസ്റ്റ് കോർണറിൽ, അതായത് എഡ്ജിൽ ഇതേപോലെ കുത്തി എടുക്കുക. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് താഴത്തേക്ക് കുത്തി ഇട്ട് നമ്മൾ സൂചി കുത്തിയേക്കുന്നതിൻ്റെ അടുത്ത സൈഡിലേക്ക്, ഒരു സൈഡിൽ നിന്നാണ് നെക്സ്റ്റ് കുത്തിയെടുക്കുന്നത്. അത് നമ്മൾ ലീഫിൻ്റെ ഡിസൈൻ വരച്ചേക്കുന്ന ഒരു സൈഡിൽ നിന്ന്. അത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കുത്തുന്നത് റൈറ്റ് സൈഡിൽ. അത് നമ്മൾ സെൻറ്ററിൽ ആദ്യം ഒരു ലീഫിൻ്റെ ഡിസൈനിൻ്റെ ആദ്യം സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തില്ലേ, അതിൻ്റെ ആദ്യം ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ആ ലീഫ് ഫുള്ള് ഇങ്ങനെ ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേ ഞാൻ സൂചി കോർത്ത് കഴിഞ്ഞപ്പോഴേ നൂലിന് ഇത്തിരി നീളം കൂടിപ്പോയിട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് കുറച്ച് കെട്ടൊന്ന് വീണു. അത് കാരണം ഞാൻ വലിക്കുമ്പം ഈ ഒരു സ്ക്രീൻ, അതായത് നമ്മുടെ ഹാൻഡ് ഒന്ന് ഷേക്ക് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്ത ബീഡ്സിൻ്റെ എംബ്രോയിഡറി വീഡിയോയിൽ ലീഫിൻ്റെ ഡിസൈൻ ബീഡ്സ് കൊണ്ട് ചെയ്തേക്കുന്ന ഈ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ ത്രെഡിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും ബീഡ്സിൽ ചെയ്യുന്നേക്കാളും. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ലീഫ് ഫുള്ളൊന്ന് കവർ ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്ത് ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ, എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിസ്സാരമായിട്ടുള്ള പൈസയ്ക്ക് നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കണ്ടുപഠിച്ചോ, നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. ഇപ്പോഴതല്ലെങ്കിൽ പിന്നീടാണെങ്കിലും സ്വയമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ നെക്സ്റ്റ് ഒരു ലീഫും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം സെൻറ്ററിൽ കുത്തിയെടുത്തു, എന്നിട്ട് കുറച്ച് ഗ്യാപ്പിട്ട് താഴത്തേക്ക് കുത്തിയിട്ട് ജസ്റ്റ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പം ഞാൻ ചെയ്യുന്നതാണ് എനിക്ക് എൻ്റെ റൈറ്റ് സൈഡാണ് കേട്ടോ ആദ്യം. അതേപോലെ തന്നെ അടുത്തത് കുത്തിയത് ലെഫ്റ്റ് സൈഡിൽ നിന്ന്. ഓക്കെ, ഇത് രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാം കേട്ടോ. ഗൈസ് കെട്ട് വീണു ഗൈസ്, വീണ്ടും അതാണ് ഒരു തവണ കെട്ട് വീണ് പോയി കഴിഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ അത് കാരണം നൂലിൽ ആരും നീളം കൂട്ടിയെടുക്കരുത്, നീളം കുറച്ചെടുത്ത് ചെയ്ത്, പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആൾക്കാർ നീളം കുറച്ച് ചെയ്തെടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഈ രീതിയിൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്, അങ്ങനെ ആ ലീഫിൻ്റെ നമ്മൾ ഏത് ഷേപ്പിൽ വരച്ചേക്കുന്ന ആ ഷേപ്പിലൂടെ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതേപോലെ കണ്ടിന്യൂ ചെയ്തിട്ട് ഫുൾ അങ്ങോട്ട് ചെയ്തെടുക്കുക, ഒരു ലീഫ് ഫുള്ള് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ള് ആ ഒരു ലീഫ് ഫുള്ള് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വല്ലാണ്ട് ഷേക്ക് ആവുന്നുണ്ടല്ലേ, ഒന്ന് ക്ഷമിക്കാട്ടെ. ഒരു തവണത്തേക്ക് അടുത്ത തവണ ചെയ്യുമ്പോൾ ഇതേപോലെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വീണ്ടും കണ്ടോ ചെറിയൊരു കെട്ട് വന്നു, കെട്ടല്ല നൂലിൻ്റെ ഒന്ന് കയറി ഇറങ്ങി വന്നു. അപ്പോൾ സൂചി കൊണ്ട് തന്നെ അതൊന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ബാക്കി ഇപ്പം ഞാനൊരു 2 എണ്ണമാണ് ചെയ്തത്. ഇനി നമുക്ക് ബാക്കി ഒരു 4 ലീഫും കൂടെ ഇതേപോലെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ആ 4 ലീഫിൻ്റെ ഡിസൈനും കൂടെ നമുക്ക് ചെയ്തത് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ലീഫിൻ്റെ ഡിസൈൻ, ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് ഞാനത് 2 എണ്ണം റിപ്പീറ്റ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ കുറച്ച് ലെങ്ത് വീഡിയോയ്ക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ലീഫ് നമുക്ക് ഇതേപോലെ ചെയ്തെടുത്ത് കാണാം. അപ്പോൾ ഞാൻ ബാക്കി ആ 4 ലീഫ് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി ഞാൻ ഇടയിൽ ഒരു മാർക്ക് ചെയ്തേക്കുന്നില്ല, ആ സൈഡിൽ നമുക്ക് ഡെയ്സി ഡിസൈനാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന സെൻറ്ററിൽ ചെയ്തേക്കുന്ന ഡിസൈൻ്റെ പേര്, ഫ്ലവറിൻ്റെ ഡിസൈൻ്റെ പേര് സ്പൈഡർ വെബ് എന്നാണ്. മറ്റേത് ലീഫ് ഡിസൈൻ. ഇപ്പോൾ ചെയ്യുന്ന ഡിസൈൻ്റെ പേര് ഡെയ്സി. ഇതേപോലെ നമ്മളൊരു സെൻറ്ററിൽ നിന്ന് കുത്തിയെടുത്തു. എന്നിട്ട് ആ സെൻറ്ററിൽ കൂടെ തന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് നൂല് ഇങ്ങനെ സൂചിയുടെ അടിയിലൂടെ ഇങ്ങനെ കോർത്തിട്ട് മുകളിലേക്ക് വലിക്കുക. ആ മുകളിൽ വലിച്ചെടുക്കണ ആ നൂലുണ്ടല്ലോ, ആ നൂല് കറക്റ്റ് മുകളിൽ കൂടെ തന്നെ കുത്തിയിട്ട് അതിന് അടിയിലൂടെ ഒന്ന് അടിയിലേക്ക് കുത്തി ഇറക്കുക, അത്രേ ഉള്ളൂ. അതായത് കുത്തി ഇറക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ സൂചിയുടെ മുകളിൽ കൂടെ കോർത്തെടുത്തത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡിസൈൻ്റെ പേരാണ് ഡെയ്സി. അപ്പോൾ ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കുക. അതേപോലെ തന്നെ ഇതുപോലെ
ചുറ്റിയെടുക്കുക, മുകളിലേക്ക് വലിച്ചെടുത്തു, അടിയിലേക്ക് കുത്തിയിറക്കുക. സിമ്പിളാണ്, ആർക്ക് വേണേലും ചെയ്തെടുക്കാം. ഇത് പഠിക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ വളരെ വേഗം പഠിക്കാവുന്ന എംബ്രോയ്ഡറി മാത്രമാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ബേസിക്കായിട്ടുള്ള എംബ്രോയ്ഡറികളൊക്കെയാണ് ഞാൻ കുറച്ച് കൂടുതലും കാണിക്കാറ്. അപ്പോൾ ഇതേപോലെ ഫുള്ള് ലേസി ഡേസി ഡിസൈൻ ഫുള്ള് ചെയ്തെടുത്തു. ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഈ സൈഡിലേക്ക് ഇങ്ങനെ വരച്ചേക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മാഞ്ഞു വരുന്നുണ്ട്, ക്യാമറയിൽ കൃത്യമായിട്ട് കാണാവോ എന്നറിയില്ല. അപ്പോൾ അതിൽ കൂടെ ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അടിയിൽ നിന്ന് എടുക്കുക, മേളിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കണ്ടോ, ബാക്കിലേക്ക് കുത്തിയെടുക്കുന്നതുകൊണ്ടാണത് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫുള്ള്. അതായത് നമ്മളിപ്പോൾ ലൈൻസ് വരച്ചേക്കുന്നതിൻ്റെ ഫുള്ളും ഇതേപോലെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഇടയിൽ ഇങ്ങനെ കുറച്ച് ശിഖരം പോലെയൊക്കെ വരച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഈ സെയിം ചെയ്ത ലേസി ഡേസി ഡിസൈൻ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ആ ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പോൾ അടിയിൽ കൂടെ കുത്തിയെടുത്ത് ചെയ്തെടുക്കാം. അപ്പോൾ അടിയിലൂടെ ഇങ്ങനെ കുത്തിയെടുക്കുക, എന്നിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ഒരെണ്ണമായിട്ടും മറ്റേ സൈഡിൽ രണ്ടെണ്ണമായിട്ടൊക്കെയാണ് വരച്ചേക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം വരുന്ന ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുത്തിയെടുത്തിട്ട് നമ്മൾ ലേസി ഡേസിൽ ബാക്കിൽ അടിയിലേക്ക് കുത്തിയിട്ട് മേളിലേക്ക് തന്നെ അടുത്ത ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തേക്ക് തന്നെ കുത്തിയെടുത്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി. ഇതേപോലെ നമുക്ക് ബാക്കി രണ്ട് സൈഡും ഇതേപോലെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ രണ്ട് സൈഡും നമുക്ക് ഇതേപോലെ ചെയ്തെടുത്തിട്ട് ഫൈനൽ എങ്ങനെയാണെന്ന് കാണാം. ഫൈനൽ കണ്ട ഇങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് ഫ്രഞ്ച് നോട്ടെന്ന് പറഞ്ഞ ഡിസൈനാണ്. ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെയും ലീഫിൻ്റെയും ആ സെൻറ്ററിലാണ് ആദ്യം ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. അത് ഈ രണ്ട് ഷെയ്ഡ് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പിങ്കും, രണ്ട് ടൈപ്പുള്ള പിങ്കും ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും വെച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ലീഫിൻ്റെ മുകളിലായിട്ടാണ് ബാക്കി ചെയ്യുന്നത്. നമുക്ക് ആദ്യം എന്തായാലും ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഫ്രഞ്ച് നോട്ട് ചെയ്യേണ്ട സ്ഥലങ്ങൾ മാത്രം ആദ്യം മാർക്ക് ചെയ്തെടുക്കാം. ഇത് ഇതുപോലെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്തു. ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും മിക്സ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടിയിൽ നിന്ന് കുത്തിയെടുക്കുക, എന്നിട്ട് സൂചിമേൽ 1 2 ഒന്ന് ചുറ്റുക, എന്നിട്ട് അടിയിലേക്ക് റിട്ടേൺ ആ കുത്തിയെടുത്തോട്ട് തന്നെ കുത്തുക. അപ്പോൾ ഈ നൂല് നമ്മൾ വലിച്ചു പിടിക്കണം കേട്ടോ, ഈ നൂല് വലിച്ചു പിടിക്കണം, എന്നാലേ പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ വലിച്ച് എടുക്കുക. ഇത്രയേ ഉള്ളൂ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടി. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രോപ്പറായിട്ട് കിട്ടിയെന്നൊന്നും വരില്ല. 3-4 തവണ ചെയ്ത് കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് എന്തായാലും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനൊക്കെ ആദ്യം പഠിക്കുമ്പോൾ കൃത്യമായിട്ട് എനിക്ക് കിട്ടിയതേ ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് ചെയ്ത് പഠിച്ചപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഫ്രഞ്ച് നോട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ അടിയിലേക്ക് കുത്തിയിറക്കുക. ഇതിപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ 2 കളറായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പം ഞാനിത് ഒരെണ്ണം കൂടി ചെയ്യുന്നുണ്ട്, അതും കൂടി ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുത്തിയെടുക്കുക, മുകളിലേക്ക് കുത്തിയെടുക്കുക, എന്നിട്ട് ആ സൂചിമേൽ എത്ര 2 ചുറ്റ്, ചിലപ്പോൾ 2 ചുറ്റാം 3 ചുറ്റാട്ടോ, അങ്ങനെ ചുറ്റിയെടുത്ത് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മുകളിൽ ഞാനിപ്പം മാർക്ക് ചെയ്തേക്കുന്നുണ്ട്. ഈ സൈഡിൽ ആദ്യം ലൈറ്റ് പിങ്ക് വെച്ചിട്ടാണ് ഫ്രഞ്ച് നോട്ട് ഫുള്ള് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി താഴത്തെ സ്ഥലത്ത് കണ്ട ഫുള്ള് ഞാൻ ലൈറ്റ് പിങ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി താഴത്തെ സ്ഥലത്ത് ഡാർക്ക് പിങ്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്ത് ഫൈനൽ ലുക്ക് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കാണാം. അപ്പോൾ അതേ ഫൈനലായിട്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. കാണാൻ നല്ല ഡ്രസ്സല്ലേ, പ്രത്യേകിച്ച് നേവി ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കാണാൻ പ്രത്യേക ഭംഗിയുണ്ട്. കോൺട്രാസ്റ്റ് ഡ്രസ്സിൽ ചെയ്യുമ്പോഴായിരിക്കും കൂടുതലും ഭംഗി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതേപോലെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.